ഹായ് ഫ്രണ്ട്സ്, നൈറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരാൾ പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിയാലോ. എനിക്ക് വേണമെങ്കിൽ ഈ റീൽസൊക്കെ കണ്ടിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. ഇനി ശരിക്കും റീൽസ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ എൻ്റെ ഫുഡ് മടുത്തിട്ടാണോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ശരി, നമുക്കും കഴിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ. പക്ഷേ ഇവിടെയാണെങ്കിൽ ബീഫ് കിട്ടുന്ന കടകൾ വളരെ കുറവാണ്. ഒരു 2-3 കടകളെ എൻ്റെ അറിവിൽ തന്നെയുള്ളൂ, ഉണ്ടാവുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് കുറേ നോക്കിയപ്പോഴാണ് നാഷണൽ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ കാണുന്നത്. ഇതുവരെ ഞാനിത് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും കണ്ടിട്ടില്ല. ഒരു പക്ഷേ പുതിയതാണോ ഇല്ലെങ്കിൽ എൻ്റെ കണ്ണ് പെടാത്തതാണോ എന്നറിയില്ല. പക്ഷേ സംഭവമൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് കൊടുക്കുന്നത്. ഇത് ബീഫ് ചട്ട്പട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് 120, ഒരു പാക്കിന് 120 ആണ്. അങ്ങനെ 2 പാക്കിന് 240, കുഴപ്പമില്ല, അത്രയും ക്വാണ്ടിറ്റി വരുന്നുണ്ട്. പിന്നെ ഈ ബിരിയാണി കണ്ടില്ല, ഒരു ബിരിയാണിയാണ് 80 രൂപയാണ്. 80 രൂപയ്ക്ക് 2-3 പീസ് വരുന്നുണ്ട്. റൈസും കുഴപ്പമില്ലാത്ത നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വിശക്കുമ്പോൾ ഒക്കെ കയ്യിൽ അത്രയും കാശുള്ളൂ എന്നുണ്ടെങ്കിൽ കഴിക്കാൻ വാങ്ങാം, ഇതുപോലെ ഓർഡറൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ സംഭവം ഉണ്ടല്ലോ, ബീഫ് രണ്ടും നല്ല സോഫ്റ്റ് ആയിരുന്നു. അത് ബിരിയാണിയിലെ ആണെങ്കിലും അതേപോലെ തന്നെ ആ ബീഫ് ചട്ട്പട്ടിലയിലും ബീഫ് നല്ല സോഫ്റ്റ് ആയിരുന്നു. ഞാൻ ഇതിനു മുന്നേ ബീഫ് ചട്ട്പട്ട് കഴിച്ചത് നാട്ടിൽ നിന്നല്ല കേട്ടോ, ഇവിടെ തന്നെ സംസം ഹോട്ടലത്തെയാണ്. അതിനേക്കാളും നല്ല സൂപ്പർ 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 ടേസ്റ്റിയാണ് ഈ ബീഫ് ചട്ട്പട്ട്. എനിക്ക് എന്തോ നമ്മുടെ നാട്ടിലുള്ള ഏതോ ഒരു കറീൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു ഇത് കഴിക്കുമ്പോൾ. ഇതെനിക്ക് കൂടുതൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് തോന്നിയത് നമ്മുടെ പുട്ടിൻ്റെ കൂടെയാണ്. പുട്ടിൻ്റെ കൂടെ, ഇത് വീട്ടിലുണ്ടാക്കിയ പുട്ടാണ്. പുട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു ഈ ബീഫ് ചട്ട്പട്ട്. എന്തോ ഒരു നാട്ടിൽ ഏതോ ഒരു കറി കഴിക്കുന്നതിൻ്റെ ഫീലിങ്സ്. ഏത് കറിയാന്ന് മാത്രം പറയാൻ പറ്റുന്നില്ല.